ഹായ് ഫ്രണ്ട്സ്, കേടായ ബൾബ്, പൊട്ടിയ കണ്ണാടി, പഴയ CD, പഴയ ടിന്നുകൾ, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പലതും എൻ്റെ കൂട്ടുകാരുടെ അമ്മയ്ക്ക് പാഴ്വസ്തുക്കളല്ല, അവയെ കൊണ്ടെല്ലാം മനോഹരമായ പോട്ടുകൾ തയ്യാറാക്കിയിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട് സിൻസി മാത്യുവിൻ്റെ വീട്ടിൽ. അപ്പോൾ ഇന്ന് സിൻസിയുടെ വീട്ടിലുള്ള ചെടികളും അവിടുത്തെ ക്രിസ്മസ് വിശേഷങ്ങളുമാണ് ട്രയഡ് വ്ലോഗിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ പെട്ടെന്ന് തന്നെ ലഭിക്കുവാൻ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ഈ കാണുന്നത് സിൻസിയുടെ അമ്മയായ ഏലിയാക്കുട്ടി ജോസഫ് തയ്യാറാക്കിയ ഗാർഡനാണ്. ഈ ഗാർഡനിനുള്ളിലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര പഴവസ്തുക്കൾ കൊണ്ടുള്ള ഐഡിയാസ് ഉണ്ട്. സിൻസിയുടെ അമ്മ റിട്ടയർഡ് ടീച്ചറാണ്. കോട്ടയം ജില്ലയിലുള്ള ഇവർ ഇപ്പോൾ മലപ്പുറം ജില്ലയിലാണ് താമസം. സിൻസിയും ഒരു ഗവൺമെൻറ് സ്കൂൾ ടീച്ചറാണ്. ഈ പുറത്തു കാണുന്ന ചെടികളെ നമുക്ക് മറ്റൊരു ദിവസം പരിചയപ്പെടാം. ഇന്ന് നമുക്ക് വീടിനകത്ത് എന്തെല്ലാം ചെടികളുണ്ടെന്ന് നോക്കാം. ആദ്യം നമുക്ക് വിസിറ്റിംഗ് ഏരിയയിലുള്ള ഈ ഒരു സ്റ്റാൻഡിനെ ഒന്ന് പരിചയപ്പെടാം. ഈ പോട്ട് പൊട്ടിപ്പോയ ഒരു കരകൗശല വസ്തു കൊണ്ട് റെഡിയാക്കിയെടുത്തതാണ്. ടീച്ചറുടെ വീട്ടിൽ ശംഖുകൾ പതിച്ച ഒരു കരകൗശല വസ്തു പൊട്ടിപ്പോയിരുന്നു. ആ ശംഖുകളെല്ലാം ഒരു നെറ്റ് മോഡലിലുള്ള ഒരു ക്ലോത്തുമ്മേൽ സ്റ്റിക്ക് ചെയ്യുകയും പിന്നീട് അതിനെ വാട്ടർ പ്ലാന്റിനായിട്ട് റെഡിയാക്കിയിട്ടുള്ള കുപ്പിയുടെ മുകളിലായി റൗണ്ടിൽ ഒന്ന് സെറ്റാക്കിയെടുത്തു. ഇതിന് താഴെയായിട്ട് കാണുന്ന സർക്കിൾ ടൈപ്പിലുള്ളത് നമ്മൾ കേക്കൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ബേസാണ്. ഇനി അടുത്തൊരു വാട്ടർ പ്ലാന്റിനെ ഒന്ന് നോക്കാം. ഇത് സാധാരണ ഒഴിവാക്കാറുള്ള സാധാ ഒരു മിഠായി പെട്ടിയാണ്. ഇതിലാണ് മനോഹരമായിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇവിടെയും ടീച്ചർക്ക് ലഭിച്ച ഒരു കിളിക്കൂടിനെ ടീച്ചർ മനോഹരമായി കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. തനിക്ക് ലഭിച്ച കിളിക്കൂടിനുള്ളിൽ ഒരു കിളിയും അതിനുള്ളിലായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എടക്കര ഗവൺമെൻറ് സ്കൂളിലാണ് ടീച്ചർ പഠിപ്പിച്ചിരുന്നത്. ഇത് ടീച്ചർക്ക് ലഭിച്ച മൊമെൻറ്റോകളാണ് ഈ കാണുന്നത്. തൊട്ടു താഴെയായിട്ട് ഇവിടെയും കാണുന്നുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോവാം. ടീച്ചറുടെ അടിപൊളി ഐഡിയാസ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് സാധാരണ നമുക്ക് ലഭിക്കാറുള്ള ഒരു മിഠായിയുടെ ഒരു ട്രേ ആണ്. അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു താമരക്കുളം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. ചെറിയൊരു ബൗളിൽ വാട്ടർ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഭംഗിക്കായിട്ട് കുറേശ്ശെ കളർ സ്റ്റോണുകൾ ഇട്ടിട്ടുണ്ട്. ബൗളിന് താഴെയായിട്ട് ഗ്ലാസ് മോഡലിലുള്ള ഒരു പ്ലേറ്റ് ബേസായി നൽകുകയും ഇതിന് താഴെയായിട്ട് വീട്ടിൽ പൊട്ടിപ്പോയ ഒരു കരകൗശല വസ്തുവിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൊണ്ട് ചുറ്റും ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ഉപയോഗശൂന്യമായ ബൾബാണ്. ഇതിന് താഴെ സെറ്റാക്കിയിട്ടുള്ള റെഡ് കളർ ബേസ്
ഭംഗിയുള്ള പഴയൊരു കുപ്പിയുടെ ഹാഫ് പോർഷനാണ്. പിന്നീട് ഈ ബൾബിൻ്റെ മുകളിലായിട്ട് ആ കുപ്പിയുടെ തന്നെ ബാക്കി വരുന്ന ഭാഗങ്ങൾ സ്റ്റിക്ക് ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ സാധാ മണ്ണാണ് കേട്ടോ. ഇത് പൊട്ടിപ്പോയ ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിക്കുള്ളിലായിട്ട് ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കുകയും ആ പ്ലാസ്റ്റിക് കുപ്പിക്ക് മുകളിലായിട്ട് ചിത്രങ്ങൾ വെച്ചൊട്ടിക്കുകയും ചെയ്തു. അപ്പോൾ ചിത്രങ്ങളൊക്കെ വെച്ചൊട്ടിച്ചൊരു കുപ്പിയാണ്. അതിനുള്ളിലായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു പ്ലാന്റ് വാട്ടർ പ്ലാന്റായി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നീട് ഇതിന് ചുറ്റും കരകൗശല വസ്തുക്കൾ കൊണ്ട് റെഡിയാക്കിയെടുത്തു. ഇത് സിൻസിയുടെ ബ്രദറിൻ്റെ ബെഡ്റൂമാണ്. ഇവിടെയുള്ള ഇൻഡോർ പ്ലാന്റിൻ്റെ ബേസായി നൽകിയിരിക്കുന്നത് ഒരു പഴയ CD ആണ്. ഈ CDക്ക് മുകളിലായിട്ടാണ് ഈ ഗ്ലാസ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. ഈ പോട്ടും ഒരു പാഴ്വസ്തുവാണ്, അതായത് തെർമോകോൾ മോഡലിലുള്ള ഒരു പാഴ്വസ്തു. നമ്മുടെ വീട്ടിലേക്ക് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ വാങ്ങുമ്പോൾ അത് കേടുവരാതിരിക്കാൻ വേണ്ടി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ബോക്സിൽ ഇതുപോലുള്ള തെർമോകോളുകൾ ഉണ്ടാവില്ലേ. ചിത്രത്തിൽ കാണുന്ന ഷേപ്പിലുള്ള തെർമോകോളിന് മുകളിലായിട്ട് ഒരു ബ്ലാക്കും റെഡും കളർ പെയിൻറ് കൊണ്ട് ഡിസൈൻ ചെയ്തതാണ്. ഇതും പഴയ ഒരു ബൗളിനെ ഭംഗിയാക്കിയെടുത്തതാണ്. ഇനി നമുക്ക് ക്രിസ്മസ് കാഴ്ചകൾ കാണാം. പുതിയ ഐഡിയാസ് പെട്ടെന്ന് തന്നെ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ഐഡിയയുമായി ഞാൻ വരുന്നതാണ്. ഓക്കെ, ബൈ.